ഹായ് വെൽക്കം ബാക്ക് ടു റനായാസ് വ്ളോഗ്സ്. അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെമോ സെഷനാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ടൊരു മെസ്സേജ് വന്നു, അതായത് സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഇല്ലാതെ നമുക്ക് ഡെമോ സെഷൻ എടുക്കാൻ പറ്റുമോ, സ്റ്റാർട്ടർ ആക്ടിവിറ്റിയും അല്ലാതെയുള്ള ആക്ടിവിറ്റീസും ഒക്കെ വരുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോകുമെന്നൊരു പേടിയുണ്ട്. ഇത്രയും ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഒക്കെ മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചിരുന്നു. ആക്ച്വലി ഒരു ഡെമോ സെഷന് പോകുമ്പോൾ ഫ്ലെക്സിബിൾ ആണ്. കാരണം നമുക്ക് എത്രമാത്രം മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാമോ അതേപോലെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. ഡെമോ സെഷന് പോകുമ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്യണം അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ വൺസ് നമ്മളൊരു സ്കൂളിൻ്റെ പാർട്ടായി കഴിഞ്ഞിരുന്നാൽ നമ്മൾ അവരുടെ ഒരു വേ ഓഫ് ടീച്ചിങ് കാണും. ഇതേപോലെ സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്ത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് റൂം ഒക്കെ ചെയ്ത് അങ്ങനെ ആണ് പോവേണ്ടതുള്ളത്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. എന്നിരുന്നാലും മോസ്റ്റ് ഓഫ് ദ CBSE സ്കൂൾസ് ഇതേപോലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആണ്. ഓക്കെ, പിന്നെ എന്നോട് ചോദിച്ചതാണ് സ്റ്റാർട്ടർ ആക്ടിവിറ്റി മാൻഡേറ്ററി ആണോ എന്ന്. ഒരു ഡെമോ സെഷന് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ മാൻഡേറ്ററി അല്ല. കാരണം അവിടെ എന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എന്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഒരു ടീച്ചിങ് സ്കിൽ എന്തുണ്ട് അത് കാണിക്കാനേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. അവരുടെ ടീച്ചിങ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കാണിക്കണം എന്നവർ പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താണോ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, അതാണ് ഒരു ഡെമോ സെഷൻ്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ വീഡിയോസിനകത്തെല്ലാം ഞാൻ ഡെമോ സെഷനിൽ, അതായത് ഞാൻ UAE എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് UAE ടീച്ചിങ്ങിലുള്ളൂ. അപ്പം അവിടെ നിന്ന് പഠിപ്പിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ട, അവിടുത്തെ ഒരു ടീച്ചിങ് സ്റ്റൈൽ ഇങ്ങനെയാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് എങ്ങനെ ഒരു ഡെമോ, ആ ഒരു ടീച്ചിങ് സ്റ്റൈല് ഫോളോ ചെയ്ത് എങ്ങനെ ഒരു ഡെമോ ക്ലാസ് നമുക്ക് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ വീഡിയോസിൽ കൂടുതലും ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കാണിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചിരുന്നാൽ, നമ്മുടെ വേ ഓഫ് ടീച്ചിങ്ങിനേക്കാളും അവരുടെ ഒരു വേ ഓഫ് ടീച്ചിങ് നമ്മൾ ഈസിലി അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു സ്റ്റൈല് ഫോളോ ചെയ്ത് നമ്മൾ ഡെമോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പോയ സമയത്ത് ഞാനിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു അന്തവും കുന്തവും ഇല്ലായിരുന്നു. ആരും ഇതൊന്നും പറഞ്ഞു തരാനില്ല, അവിടുത്തെ വേ ഓഫ് ടീച്ചിങ് ഇങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ കയറിയപ്പോൾ ഒരുപാട് കിടന്ന് കട്ടയടിച്ചു കേട്ടോ. വെള്ളത്തിൽ കിടന്ന് നീന്തുന്ന ഒരവസ്ഥയായിരുന്നു. എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇനി കയറുന്നവരെങ്കിലും അങ്ങനെ ഇതെന്താണ് സംഭവം എന്നറിയാൻ വയ്യാതെ കിടന്ന് ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ചാണ് അവിടുത്തെ ഒരു ടീച്ചിങ് സ്റ്റൈല് ബേസ് ചെയ്തിട്ടുള്ള ഡെമോ ക്ലാസ്സസ് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതെല്ലാം എൻ്റെ വീഡിയോസിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ വീഡിയോസ് കാണുന്ന ഓരോ ആൾക്കാരും ഓരോ രീതിയിലുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെ അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ചില ആൾക്കാർ ഇത്തിരി ഷൈ ആയിരിക്കും, ചില ആൾക്കാർ കുറച്ചേറെ ഷൈ ആയിരിക്കും. പേടിയാണ്. ഷൈയിലുപരി ഇതെല്ലാം നമുക്ക് ആ ടൈം ലിമിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് പലരും കുറച്ച് പിന്നോട്ടേക്ക് മാറുന്നത്. അപ്പോൾ ഡെമോ സെഷന് പോകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി പന്ത് നമ്മുടെ കയ്യിലാണ്. നമുക്ക് അങ്ങോട്ടറിയാം ഇങ്ങോട്ടറിയാം എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പേടിയാണ്, പറ്റുന്നില്ല, ഡയറക്റ്റായിട്ട് ടോപ്പിക്ക് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് തുടങ്ങിക്കോട്ടെ എന്നൊക്കെ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഒന്നും കൊടുക്കുന്നില്ല, ഡെമോ സെഷന് വേണ്ടിയിട്ടാണ് ഡയറക്റ്റായിട്ട് നമ്മൾ ടോപ്പിക്ക് നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡെമോ സെഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ, ഇന്ന് നമ്മൾക്ക് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ടോപ്പിക് ഓൾറെഡി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിൾ ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. ആൻഡ് ദിസ് ഇസ് ഫോർ ഗ്രേഡ് 8. അപ്പോൾ ടോപ്പിക് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റൈലിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ ഓൾറെഡി എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു PPT തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു PPT ആയിരുന്നു. അതിൽ അത്യാവശ്യം കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഓൾറെഡി ടോപ്പിക് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പേടിയുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഡെമോ സെഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഡയറക്ട്ലി വി ആർ മൂവിങ് ടു ദ ടോപ്പിക്. അപ്പോൾ അതായത് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഡെമോ സെഷൻ പറഞ്ഞു. ടുഡേ വി ആർ ഗോയിങ് ടു ഹാൻഡിൽ വിത്ത് ദ ടോപ്പിക് ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലേണിംഗ് ഓബ്ജക്റ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ലേണിംഗ് ഓബ്ജക്റ്റീവ്സും ലേണിംഗ് ഔട്ട്കംസും ഒക്കെ എന്തായാലും ഒരു PPT-യിൽ വെച്ചേക്കുക, ഒരു ഡെമോ സെഷന് പോകുമ്പോൾ വെച്ചേക്കുക. അതിനകത്ത് കഴിവതും ആരും സ്കിപ്പ് ചെയ്യാതെ നോക്കുക കേട്ടോ. നമ്മളിപ്പോ സ്റ്റാർട്ടർ ആക്ടിവിറ്റി സ്കിപ്പ് ചെയ്തിരുന്നാലും സക്സസ് ക്രൈറ്റീരിയ ഒക്കെ മാറ്റിയിരുന്നാലും ഈ ഒരു ലേണിംഗ് ഓബ്ജക്റ്റീവ്സും ലേണിംഗ് ഔട്ട്കംസും ഒന്നും മാറാതെയൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ലേണിംഗ് ഓബ്ജക്റ്റീവ്സ് വെച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഐ വിൽ ബി ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജെറൻഡ്, പാർട്ടിസിപ്പിൾ ആൻഡ് ഇൻഫിനിറ്റീവ്സ്. അതേപോലെ തന്നെ ക്ലാസിഫൈ വെർബ്സ് ഇൻടു ജെറൻഡ്, പാർട്ടിസിപ്പിൾ ആൻഡ് ഇൻഫിനിറ്റീവ്സ്. അപ്പൊ ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള 2 ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. എത്രമാത്രം ടൈം സേവ് ചെയ്യാം അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു PPT ആണ് പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഫോർ ഗ്രേഡ് 8. ഇത് സെക്കൻഡറി ലെവലിലാണ്. അപ്പൊ അതാണ് നമുക്ക് ഗ്രേഡ് 8-നും 9-നും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രേഡ് 8 എന്ന ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വെച്ചെന്നുള്ളതേ ഉള്ളൂ. 8-നായാലും 9-നായാലും ഫോർ 10th ഓൾസോ വി ക്യാൻ ഗോ വിത്ത് ദിസ് PPT, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡറി സെഷന് നമുക്ക് ഫുള്ള് യൂസ് ചെയ്യാം. അപ്പൊ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. 2 ലേണിംഗ് ഒബ്ജക്റ്റീവ്സേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എപ്പോഴും ഓർമ്മ വേണം, നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു PPT അതിന്റെ സ്ലൈഡ്സുമായിട്ട് മാച്ച് ചെയ്ത് വേണം പോവാനായിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അതായത് ഇതിപ്പോ ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിൾ ഫോർ ഗ്രേഡ് 8-നായതുകൊണ്ട് ദേ ആർ ക്വൈറ്റ് അവെയർ അബൌട്ട് ദ ടോപ്പിക്. അവർ ഗ്രേഡ് 6-ലും 7th-ലും ഒക്കെ തന്നെ ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിൾ 7th തൊട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിൾ എന്താണ് എന്നുള്ളത്. അപ്പം ഓൾറെഡി കുട്ടികൾക്ക് ഒരു അവയർനെസ് ഉണ്ട്. ഓക്കെ, അപ്പം അതേപോലെ ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് വേർബ് എന്താണെന്നും അവർ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ഒരു 5th 6th തൊട്ടൊക്കെ കുട്ടികൾ അത് പഠിക്കാനായിട്ട് തുടങ്ങും, എസ്പെഷ്യലി ഫ്രം ഗ്രേഡ് 6 ഓൺവേർഡ്സ്. അപ്പൊ 6th-ലും 7th-ലും ഒക്കെ അവർ ഓൾറെഡി ഈ ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് ഒക്കെ എന്താണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ഈ നോൺ ഫൈനൈറ്റിനകത്ത് വരുന്ന ആൾക്കാരാണ് ജെറൻഡ്, പാർട്ടിസിപ്പിൾ ആൻഡ് ഇൻഫിനിറ്റീവ്സ് എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു PPT ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ നോൺ ഫൈനൈറ്റ് verb, give an example to explain. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇനി നോൺ ഫൈനൈറ്റ് വേർബ്സിനകത്ത് വരുന്ന ആൾക്കാരാണ് ജെറൻഡ്, ഇൻഫിനിറ്റീവ്സ്, പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇതിപ്പോ ഞാൻ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. ഇത് കാണുന്നവരെല്ലാം ടീച്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് എന്താണ് നോൺ ഫൈനൈറ്റ് വേർബ്, എന്താണ് ജെറൻഡ്, എന്താണ് ഇൻഫിനിറ്റീവ്, എന്താണ് പാർട്ടിസിപ്പിൾ എന്നുള്ള കാര്യമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ബിക്കോസ് ഐ എം ഡെമോൺസ്ട്രേറ്റിംഗ് ദിസ് വീഡിയോ ബിഫോർ ടീച്ചേഴ്സ്. അപ്പൊ അവർക്ക് ഓൾറെഡി ഇത് അറിയാം. ഓക്കെ, ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഇത് കാണിക്കുന്നത്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജെറൻഡ് എന്താണ്, ഇൻഫിനിറ്റീവ് എന്താണ്, പാർട്ടിസിപ്പിൾ എന്താണ് എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു നോൺ ഫൈനൈറ്റ് വേർബ്സ് അണ്ടർ ദാറ്റ് കാറ്റഗറി വി ക്യാൻ സീ ദിസ് ജെറൻഡ്, ഇൻഫിനിറ്റീവ് ആൻഡ് പാർട്ടിസിപ്പിൾ. അപ്പം അത് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ലൈഡ് കാണിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അതായത് ഇൻഫിനിറ്റീവ്സ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് അണ്ടർ നോൺ ഫൈനൈറ്റ് വേർബ്സിനകത്താണല്ലോ ജെറൻഡും പാർട്ടിസിപ്പിളും ഇൻഫിനിറ്റീവ്സും വരുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഇൻഫിനിറ്റീവ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. പിന്നെ അതിനുശേഷം ജെറൻഡും പാർട്ടിസിപ്പിളും പോവാം. കാരണം ഇൻഫിനിറ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. അത് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ഓൾറെഡി അറിയായിരിക്കുമല്ലോ. സോ നമൻ ഹെൽപ്സ് ഹെർ സ്റ്റഡി എവറി ഡേ. അതേപോലെ റിതാൻഷി ലൈക്സ് ടു ഹെൽപ്പ് എവ്രി വൺ. അപ്പൊ ഇങ്ങനെ നമ്മൾ 2 സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കാണാം ഒന്നില് 2 ആഡ് ചെയ്തിട്ടുണ്ട്. സി, ഇതിൽ ഞാനിവിടെ 2 ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. അതേസമയം ഈ സെന്റൻസിൽ 2 ഇല്ല. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കുട്ടികളോട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. 2 ടൈപ്സ് ഓഫ് ഇൻഫിനിറ്റീവ്സ് ആണുള്ളത്. വൺ ഇസ് ടു ഇൻഫിനിറ്റീവ് ആൻഡ് ദ അതർ ഇസ് ബെയർ ഇൻഫിനിറ്റീവ്. 2 ഇല്ലാത്ത ഇൻഫിനിറ്റീവ്സിനെയാണ് ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ടു ഇൻഫിനിറ്റീവ്സ് വിത്ത് ടു, അതായത് സാം ലവ്സ് ടു സൈക്കിൾ എവറി ഈവനിങ്. അപ്പോൾ ഇവിടെ ടു സൈക്കിൾ എന്ന് പറയുന്നതാണ് നമ്മൾ ഇൻഫിനിറ്റീവ് ആയിട്ട് ടു ഇൻഫിനിറ്റീവ് ടു യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, വേർബിന് മുന്നേ നമ്മൾ ടു, വേർബിന് ശേഷവും നമ്മൾ ടു യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ജോവാന വാണ്ട്സ് ടു മേക്ക് ആൻ ഇന്നോവേറ്റീവ് മോഡൽ ഫോർ ഹർ സയൻസ് പ്രോജക്റ്റ്. അപ്പൊ ഇവിടെയും നമ്മൾ ആഫ്റ്റർ ദ വേർബ്, ജോവാന സബ്ജക്റ്റ് ആണ്, വാണ്ട്സ് വേർബ് ആണ്, ടു മേക്ക്. അപ്പൊ ഇവിടെ ടു യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫിനിറ്റീവ്സ്, ടു ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. ടു യൂസ് ചെയ്തിട്ടുള്ള ഇൻഫിനിറ്റീവ്സിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ബെയർ ഫൂട്ടഡ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയില്ലേ. അപ്പോൾ ബെയർ മീൻസ് ഇല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ എക്സാമ്പിൾ, ഫാദർ അലൗസ് മീ ബൈ മൈ ന്യൂ ബൈ ബുക്സ് അലോൺ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടു ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സിൻസ് ദർ ഇസ് നോ ടു വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബെയർ ഇൻഫിനിറ്റീവ്. ഓക്കെ, ദെൻ ജെയിംസ് ഗൈഡ്സ് മീ ഡ്രാഫ്റ്റ് ലെറ്റേഴ്സ് ഫോർ ദ ന്യൂ കമേഴ്സ്. അപ്പം അവിടെയും എന്താണ്, ടു നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ടു യൂസ് ചെയ്യാത്തതിനെ നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഞാനൊരു കോർണറിൽ ഇത് ഇങ്ങനെ ഒന്ന് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഫോം ഓഫ് ദ വേർബ് വിത്ത് ഓർ വിത്തൗട്ട് ടു, അതിനെയാണ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഫോം ഓഫ് ദ വേർബ് വിത്ത് ഓർ വിത്തൗട്ട് ടു, അതിനെയാണ് ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഞാനൊന്ന് PPT ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഇൻഫിനിറ്റീവ്സ് എന്താണെന്ന് മെൻഷൻ ചെയ്തു. ടു ഇൻഫിനിറ്റീവ് കൊണ്ട് ബെയർ ഇൻഫിനിറ്റീവ് കൊണ്ട്. അതിനകത്തേക്ക് ഞാൻ കൂടുതൽ എന്താണെന്ന് പറഞ്ഞു പോകുന്നില്ല, കാരണം ഇത് ടീച്ചേഴ്സ് ആണ് ഈ വീഡിയോസ് കാണുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നമ്മുടെ നോൺ ഫൈനൈറ്റ് വേർബ്സിൽ ഇൻഫിനിറ്റീവിന് ശേഷം അഗെയിൻ വി ആർ മൂവിങ് ടു ജെറൻഡ്. അപ്പൊ ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിൾ ആണ് ഇതിനകത്ത് നമ്മുടെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത്. പക്ഷേ ജെറൻഡ് ആൻഡ് പാർട്ടിസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റീവ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ബിക്കോസ് അവരെല്ലാം ദേ ആർ കമ്മിങ് അണ്ടർ ദ സെയിം കാറ്റഗറി, നോൺ ഫൈനൈറ്റ് വേർബ്സിനകത്ത് വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ജെറൻഡ് എന്താണ് എന്നുള്ള കാര്യമാണ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ നൗ. അപ്പൊ ജെറൻഡ് എന്ന് പറയുന്നത് ദ ING ഫോം. The ING form of a verb which is used as a noun is called a gerund. Okay, and example ഇവിടെ കൊടുത്തിട്ടുണ്ട്. Reading is a good habit. അതേപോലെ തന്നെ swimming is a good form of exercise. ഇത് രണ്ടും noun ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റീഡിങ്ങും സ്വിമ്മിങ്ങും എപ്പോഴും നമ്മൾ വേർബിന്റെ കൂടെ ING ചേർത്ത് വെക്കും. ING form of a verb which is used as a noun. ഇപ്പൊ gerund നമ്മൾ noun ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് എന്താണ് ഈ ജെറണ്ടും പാർട്ടിസിപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ ഉള്ളത്. ജെറണ്ട് നമ്മൾ നൗൺ ആയിട്ട് യൂസ് ചെയ്യും, പാർട്ടിസിപ്പിൾ നമ്മൾ ആഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അത് എങ്ങനെ നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറയാം. റീഡിംഗ് ഇസ് എ ഗുഡ് ഹാബിറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് റീഡിംഗ്. ഓക്കെ, റീഡിംഗ് ഒരു നല്ല ശീലമാണ് എന്ന് നമ്മൾ, വായന ഒരു നല്ല ശീലമാണ് എന്ന് നമ്മൾ വായനയെ പറ്റി പറയുകയാണ്. ആ സമയത്ത് അതവിടെ ആരും വായിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അത് ജെറണ്ടാണ്, ആക്ടിങ് ആസ് എ നൗൺ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ടീച്ചേഴ്സ് ആയിട്ടുള്ളവരാണ്. എങ്കിലും ആരെങ്കിലും ജൂനിയർ ആയിട്ടുള്ള കുട്ടികളെങ്ങാനും എന്തെങ്കിലും അറിഞ്ഞൂടാത്ത ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് പറയുകയാണ് കേട്ടോ. റീഡിങ് ആസ് എ ഗുഡ് ഹാബിറ്റ്, വായന ഒരു നല്ല ശീലമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ വായനയെ പറ്റിയാണ് നമ്മൾ അവിടെ പറയുന്നത്. അവിടെ ആ സമയത്ത് ആരും വായിക്കുന്നില്ലല്ലോ, വായനയെ പറ്റി നമ്മൾ പറയുകയാണ്. അതുകൊണ്ടാണ് അതവിടെ നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ സെക്കൻഡ് വൺ, സ്വിമ്മിങ് ഇസ് എ ഗുഡ് ഫോം ഓഫ് എക്സസൈസ്. സ്വിമ്മിങ് ഒരു നല്ല ഫോം ഓഫ് എക്സസൈസ് ആണ്, നല്ല വ്യായാമമാണ്. നീന്തൽ ഒരു നല്ല വ്യായാമമാണ് എന്ന് നമ്മൾ നീന്തലിനെ പറ്റി പറയുകയാണല്ലോ. അവിടെ ആരും നീന്തുന്നില്ല ആ സമയത്ത്. ദാറ്റ് ആക്ഷൻ ഇസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് ദെയർ. ഓക്കെ, നമ്മൾ അതിനെ പറ്റി സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ നൗൺ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ വേർബിന്റെ കൂടെ ING ഫോം ചേർത്ത് വരുന്നതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നതും. പിന്നെ ജെറണ്ടിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ നൗൺ. ഓക്കെ, ഇതിപ്പോ എനിക്കറിയാം ഞാൻ ഇത്രയും ജെറണ്ട് എന്താണ് എന്നൊന്നും ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും പുതിയ കുട്ടികളോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം.
ഇനി നമ്മൾ പാർട്ടിസിപ്പിൾ എന്താണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജെറണ്ട് പറഞ്ഞു, ഇൻഫിനിറ്റീവ്സ് പറഞ്ഞു, ഇനി നമ്മൾ പാർട്ടിസിപ്പിളിലേക്ക് വരികയാണ്. അപ്പം പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പിൾ ആണ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ വലിയ തലവേദന തരാത്ത ഒരാളാണ്. അത് മാത്രമല്ല കുട്ടികൾ നല്ല അവെയറുമാണ്. കാരണം തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ് ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഓക്കെ, അപ്പൊ ഈറ്റൻ എന്നുള്ളതാണ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണെന്ന് മിക്ക കുട്ടികൾക്കും അത് അറിയാം. ഓക്കെ, അതേപോലെ റൈറ്റ്, റോട്ട്, റിട്ടൺ. റിട്ടൺ എന്ന് പറയുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നും തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണെന്നും കുട്ടികൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നത് കൊണ്ട് ദാറ്റ് ഈസ് ബിറ്റ് ഈസി ടു ഹാൻഡിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പക്ഷെ നമ്മളെ ഇവിടെ കൺഫ്യൂഷൻ ആക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. കാരണം പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഇനി അടുത്ത സ്ലൈഡിൽ പറയാം. അപ്പൊ ഈ സ്ലൈഡിൽ നമ്മൾ ജസ്റ്റ് പാർട്ടിസിപ്പിൾസ് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുന്നു. It is not the main verb. It is not the main verb in a sentence. Then it doesn't function as a verb. അതൊരു verb ആയിട്ട് മെയിൻ verb ആയിട്ടൊന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ല. പിന്നെയോ അത് ആരായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു? ഇറ്റ് ഫംഗ്ഷൻ ആസ് എൻ adjective. അത് ഒരു adjective ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു 2. പാർട്ടിസിപ്പിൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രസന്റ് പാർട്ടിസിപ്പിളും ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിളും. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് ജെറണ്ടും പാർട്ടിസിപ്പിളും ആണ്. അതിൽ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കുട്ടികൾക്ക് അറിയാം, റൈറ്റ്, റോട്ട്, റിട്ടൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന്. ആ തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള കാര്യം കുട്ടികൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് നമ്മളുടെ അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നതും അതേപോലെ ഈ പി പി ടിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ടിസിപ്പിൾ ആൻഡ് ജെറണ്ട് എന്താണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ പി പി ടിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, വി ആർ ഗോയിങ് ടു ഹാൻഡിൽ ജെറണ്ട് ആൻഡ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ജെറണ്ട് എന്താണെന്നും നമ്മൾ പറഞ്ഞു, പാർട്ടിസിപ്പിൾ എന്താണെന്നും പറഞ്ഞു. പാർട്ടിസിപ്പിളിനകത്ത് 2 ആൾക്കാരുണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഈ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും തങ്ങളിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓർത്ത് വെച്ചേക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും അല്ല, അത് കുട്ടികൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ പറയുന്നത്, പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും. ഓക്കെ, അപ്പോ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഇവിടെ ഞാൻ പ്രസന്റ് എന്ന് ചേർക്കേണ്ടതായിരുന്നു, സോറി കേട്ടോ, അത് വിട്ടുപോയി. ഓക്കെ, അപ്പം പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിളും എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? വേർബ് ING, അതിന്റെ വേർബ് ING ഫോമിൽ എൻഡ് ചെയ്യുന്നു. ആൻഡ് യൂസ്ഡ് ആസ് എൻ ആഡ്ജക്റ്റീവ്, ഒരു ആഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ജെറണ്ടും എങ്ങനെയാണ്? ജെറണ്ടും വേർബിനകത്ത് ING ഫോം യൂസ് ചെയ്ത് സ്വിമ്മിങ്, റണ്ണിങ്, ഈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർബിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്യുന്നു. പക്ഷേ ജെറണ്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ജെറണ്ട് ആക്ട് ചെയ്യുന്നത് നൗൺ ആയിട്ടാണ്. ഓക്കെ, സോ ജെറണ്ട് ആക്ട് ആസ് എ നൗൺ ആൻഡ് പാർട്ടിസിപ്പിൾ ആക്ട് ആസ് എൻ ആഡ്ജക്റ്റീവ്. ഇനി നമുക്ക് ഈ താഴെയുള്ള എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം, ജെറണ്ട് ആൻഡ് പാർട്ടിസിപ്പിൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി ടീച്ചേഴ്സിന് അറിയായിരിക്കും, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹി ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ, നമ്മുടെ ഫസ്റ്റ് ജെറണ്ടിനകത്തുള്ള ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. ഹി ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ. അപ്പൊ അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ഹി ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ. ആ സമയത്ത് അവിടെ ആരും ഫുട്ബോൾ കളിക്കുന്നില്ല, പക്ഷെ നമ്മൾ ജനറലി പറയാണ് ഹി ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ, അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പാർട്ടിസിപ്പിൾ വരുമ്പോ ഒന്ന് നോക്കിക്കേ, സി ഐ സോ ഹിം പ്ലേയിങ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹിം പ്ലേയിങ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ആ ആക്ഷൻ അവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു, അത് പറയുകയാണ്. ഓക്കെ, അതവിടെ നൗൺ ആയിട്ടല്ല നിൽക്കുന്നത്, ആ ആക്ഷനെ വിശേഷിപ്പിക്കുകയാണ്. ആ ആക്ഷൻ അവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഐ സോ ഹിം, എന്താണ് കണ്ടത്? പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, അപ്പം ആ ആക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞതിന് ശേഷം അതിനെ മെൻഷൻ ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ആഡ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഇതും കൂടി ഒന്ന് എക്സാമ്പിൾ നോക്കിക്കോളൂ. സ്വിമ്മിങ് ഇസ് എ ഗുഡ് എക്സസൈസ്. സ്വിമ്മിങ് ഒരു നല്ല വ്യായാമമാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് എക്സസൈസ്. വി ആർ ടോക്കിംഗ് അബൌട്ട് സ്വിമ്മിങ്. നോ വൺ ഇസ് സ്വിമ്മിങ് ദെയർ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, ആരും ആ ആക്ഷൻ അവിടെ ചെയ്തില്ല, പക്ഷെ നമ്മൾ ജനറലി പറയുകയാണ് അല്ലേ, സ്വിമ്മിങ് ഒരു നല്ല എക്സസൈസ് ആണ് എന്നുള്ളത്. ഓക്കെ, അതേസമയം ഇനി പാർട്ടിസിപ്പിളിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, വി സോ ഹർ സ്വിമ്മിങ്, അവള് നീന്തുന്നത് ഞങ്ങൾ കണ്ടു. വി സോ ഹർ സ്വിമ്മിങ്. അപ്പൊ ആ ആക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞു, അത് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്.
ഓക്കെ, വി സോ ഹർ, അത് സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും അവിടെ കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ആഡ്ജക്റ്റീവായിട്ട് നമ്മൾ അവിടെ ആഡ്ജക്റ്റീവായിട്ട് നമ്മൾ പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തത്, സ്വിമ്മിങ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതും കൂടെ നോക്കിക്കോളൂ. ഹി ഇസ്, തേർഡ് വൺ, ഹി ഈസ് ഫോണ്ട് ഓഫ് ഗാംബ്ലിംഗ്. അവന് ഗാംബ്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഹി ഈസ് ഫോണ്ട് ഓഫ് ഗാംബ്ലിംഗ്, അവന് ഇഷ്ടമാണെന്നുള്ളതേ പറയുന്നുള്ളൂ. അവന് ആ ഒരു സംഗതി ഇഷ്ടമാണ്. അവിടെ ആരും അതപ്പോ അവിടെ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും പാർട്ടിസിപ്പിളിൽ വരുമ്പോൾ ഐ സോ ഹിം ഗാംബ്ലിംഗ്, അപ്പോൾ ആ ഒരു ആക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞു, അതിനെ നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതൊരു ഒന്ന് എങ്ങനെ നൗണായിട്ടും മറ്റേത് എങ്ങനെ ആഡ്ജക്റ്റീവായിട്ടും വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ജെറണ്ട് പറയുന്ന സമയത്ത് നോ വൺ ഇസ് ഡൂയിങ് ദറ്റ് ആക്ഷൻ ദെയർ, പക്ഷെ നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഓക്കെ, മറ്റേതൊന്നും പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ആ ആക്ഷനോട് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ ജസ്റ്റ് UAE ലിങ്കുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. അതായത് അറബിക് വേർഡ് ഫോർ ജെറന്റ് എന്താണ് എന്നുള്ളതാണ്, മസ്ദാർ എന്നാണ്. ഇത് ഞാൻ നെറ്റിൽ നിന്ന് കോപ്പി ചെയ്തതാണ് കേട്ടോ. ആ ഒരു അറബിക് സ്ക്രിപ്റ്റ് കറക്റ്റ് ആണോ എന്ന് ആക്ച്വലി എനിക്ക് അറിയില്ല, കാരണം നെറ്റിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത് അതേപോലെ വെച്ചതാണ്. ചില സമയത്തൊക്കെ അത് മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഡെമോയ്ക്ക് പോകുന്ന സമയത്ത് ഇറ്റ് ഇസ് ബെറ്റർ ടു കൺസൾട്ട് വൺ അറബിക് ടീച്ചർ, എന്നിട്ട് ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ മസ്ദാർ എന്നാണ് അറബിക് വേർഡ് ഫോർ ജെറന്റ്. ജസ്റ്റ് UAE ലിങ്കുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ആക്ടിവിറ്റിയാണ്, അതിനുശേഷം ലേണിംഗ് ഔട്ട്കംസും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഒരു ആക്ടിവിറ്റി ടൈം ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്ഷീറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെ ഞാൻ വെച്ചിട്ടുള്ളൂ. എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു PPT ചെയ്ത് തരാമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു PPT ആക്ടിവിറ്റി മാത്രമേ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളൂ. See, identify the underlined words as gerund or participle. Also mention the type of participle. Okay, അപ്പൊ ഏത് ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പിൾ ആണ് എന്നുകൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡ്സ് ജെറണ്ട് ആണോ പാർട്ടിസിപ്പിൾ ആണോ എന്നാണ് നമ്മൾ പറയാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദ സ്മൈലിംഗ് ബേബി കോട്ട് മൈ ഫിംഗർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് വരെ ഉള്ളൂ. സ്മൈലിംഗ് ബേബി കോട്ട് മൈ ഫിംഗർ, നിങ്ങൾ തന്നെ ഒന്ന് ആൻസേഴ്സ് പറഞ്ഞു നോക്കണം. ഇവിടെ ഞാൻ ആൻസർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സി പ്രസന്റ് പാർട്ടിസിപ്പിളിന് ഞാനിവിടെ ആൻസർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ ഡെമോ പ്രസന്റ് ചെയ്യാൻ നേരം ആൻസർ കീ സെപ്പറേറ്റ് അടുത്ത സ്ലൈഡിലായിരിക്കണം പ്രസന്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ തന്നെ ആൻസേഴ്സ് അങ്ങ് മെൻഷൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആദ്യം ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് മാത്രം കാണിക്കുക, അതിനുശേഷം പിന്നെ ചെക്ക് ചെയ്യാൻ നേരം ആൻസർ കീ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോ അത് നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി ആ ഒരു ആക്ടിവിറ്റി ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മൾ വീണ്ടും ഇനി നമ്മുടെ ലാസ്റ്റ് സ്ലൈഡിലേക്ക് വന്നേക്കാണ്. ലേണിംഗ് ഔട്ട്കംസ് ആണ്. ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഐ വിൽ ബി ഏബിൾ ടു നല്ല ലേണിംഗ് ഔട്ട്കമ്മിൽ വരുമ്പോൾ സോറി കേട്ടോ, അത് ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. ഈ വിൽ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഐ ആം ഏബിൾ ടു എന്നാക്കണം. ഓക്കെ, ഐ ആം ഏബിൾ ടു എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുശേഷം പിന്നെ ദേ നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ പോയിന്റ്സ് തന്നെയാണ് ലേണിംഗ് ഔട്ട്കം ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഐ വിൽ ബി എന്ന് പിന്നെ പറയില്ല, എഗെയിൻ ഐ ആം ഏബിൾ ടു എന്നാണ് മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. അത് എനിക്ക് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ പിന്നെ അതിനുശേഷം നമ്മൾ ജസ്റ്റ് താങ്ക് യു സ്ലൈഡ് വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ ജെറണ്ട് ആൻഡ് പാർട്ടിസിപ്പിളിന്റെ കാര്യം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം സ്റ്റാർട്ടർ ആക്ടിവിറ്റി വെക്കാതെ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും സക്സസ് ക്രൈറ്റീരിയയും എത്രയൊക്കെ സ്ലൈഡ്സ് മാക്സിമം ഒഴിവാക്കാൻ പറ്റുമോ അത്രയും അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു PPT ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ പിന്നെയും എടുത്ത് പറയുകയാണ്. ദിസ് ഇസ് ഫോർ യുവർ റെഫറൻസ്. നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ അതിനെ മാറ്റിയും എടുക്കുകയും ഒക്കെ ചെയ്യാം. ഇതുപോലെ തന്നെ പ്രസന്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു റെഫറൻസ് ആയിട്ട്, നമ്മൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ പലയിടത്ത് ഓരോ കാര്യങ്ങൾ നോക്കി റെഫർ ചെയ്യാറില്ലേ, അപ്പൊ അതേപോലെ റെഫറൻസ് ആയിട്ട് നോക്കിയിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുക അതേപോലെ പ്രസന്റ് ചെയ്യുക. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. ഒരു ജെറണ്ട് ആൻഡ് പാർട്ടിസിപ്പിൾ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അതായത് സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ആക്ടിവിറ്റീസും വളരെ സിമ്പിളായിട്ടുള്ള വർക്ക്ഷീറ്റ് ബേസ്ഡ് ആക്ടിവിറ്റീസേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലാണ് ഇപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടതിന് ശേഷം, ഫുള്ള് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗുണമുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ച് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അടിച്ച് പൊട്ടിച്ചൊക്കെ അങ്ങ് തെറിപ്പിച്ചേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. എന്നെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.